ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ഇറാൻ ആക്രമിച്ചത് ജൂതവിരുദ്ധത കൊണ്ടാണ്, ഇസ്രായേലിനെ ആക്രമിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ഒരു രാജ്യം ഉണ്ടായോ? ഇസ്രായേലിനായിട്ട് ഏറ്റവും വലിയ തിരിച്ചടിയതാണ്. ഇസ്രായേലിൻ്റെ മേൽ വന്ന് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് വീണ് അവിടെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിൽ ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഇസ്രായേലിനെ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് ആക്രമിക്കുന്നു, അതിനെ നാം എതിർക്കണമെന്ന് പറയാൻ ഒരു രാജ്യം ലോകത്തുണ്ടായില്ല. അതാണ് ഇസ്രായേലിൻ്റെ ഒറ്റപ്പെടൽ. അപ്പോൾ അമേരിക്കയെ അത് കാണുന്നുണ്ട്. ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നേ എന്ന വിലാപത്തിന് സ്പേസ് കിട്ടിയില്ല. എല്ലാവരും ഇറാൻ്റെ കൂടെ ആയിരുന്നു, ഇറാനിലെ ജനതയും അതിൻ്റെ കൂടെ. ഇറാനിലെ 79 വിപ്ലവത്തിന് ശേഷം അവരുണ്ടാക്കിയിട്ടുള്ള പവർ സ്ട്രക്ചറാണ് IRGC എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക വിപ്ലവ ഗാർഡ്. എന്ന് വെച്ചാൽ ഭരണകൂട സംരക്ഷണം മാത്രം, ഇസ്ലാമിക് റവല്യൂഷനെ സംരക്ഷിക്കൽ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിന് ലോകത്തോട് അതിൽ കവിഞ്ഞിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം പ്രൊവോക്കേഷൻ കിട്ടി അവരുടെ സുപ്രീം ലീഡറെ കൊന്നു. ഇനിയിപ്പോൾ എന്ത് വില കൊടുത്തും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക. ഈ യുദ്ധത്തിൽ തോറ്റാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇല്ലാതാവുകയും അവിടെ വേറെ ആരെങ്കിലും ട്രംപ് കൊണ്ടുവെക്കുകയും ചെയ്യും. സോ അവർ മാക്സിമം ഫൈറ്റിലാണുള്ളത്. അവരുമായിട്ടൊരു കോംപ്രമൈസ് ടോക്ക് പോലും മര്യാദയ്ക്ക് പോസിബിൾ അല്ല. അവരെന്ത് ചെയ്ത് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം മൊത്തം. സോ അമേരിക്കയെ സംബന്ധിച്ച് 2 പ്ലാനുകൾ പാളി. ഒന്ന്, അവിടുത്തെ ഭരണകൂടം ദുർബലമാവുകയും അവർ വേഗം ഒരു കരാറിലേക്ക് വരികയും ചെയ്യുമെന്ന് ഓർത്തു. ബട്ട് IRGC അവിടെ ഡോമിനൻസ് എടുക്കുന്നതുകൊണ്ട് അത്തരം കരാറുകളിലേക്ക് വേഗത്തിൽ അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. രണ്ടാമത്തേത്, ഭരണകൂടം ദുർബലമാകുമ്പോൾ ജനങ്ങൾ ഇറങ്ങുകയും പാവ സർക്കാരിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. ബാലിസ്റ്റിക് കേപ്പബിലിറ്റീസ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു, അവർ തിരിച്ച് GCC ആക്രമിച്ചതോടുകൂടി അമേരിക്കയുടെ പ്ലാൻ സത്യത്തിൽ സ്റ്റക്കായി പോകണത്. സോ അമേരിക്കയുടെ പ്ലാൻ വേറെ വഴിക്ക് പോവുകയും യുദ്ധം വേറെ വഴിക്ക് വികസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അമേരിക്ക വിഡ്രോ ചെയ്യുന്നത്. അമേരിക്ക വിഡ്രോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആക്രമണ പരിപാടിയുമായിട്ട് തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നതുകൊണ്ടാണ്. ഈ യുദ്ധം നമ്മൾ ജയിച്ചിട്ടില്ല എന്ന് അറിയാവുന്നതാണ്. നമ്മൾ തോറ്റിരിക്കുകയാണ്. ഈ തോറ്റ സമയത്ത് പിന്മാറിയാൽ നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വേണേൽ പിന്മാറിക്കോ, ഞങ്ങൾ ഈ പണിക്ക് നിൽക്കുമെന്ന് അവർ പറയുന്നത്. നമ്മളിതിൽ വിജയിച്ചിട്ടില്ല, നമ്മുടെ സഖ്യ പോരാട്ടം വിജയിച്ചിട്ടില്ല എന്നുകൊണ്ടാണ്. ഇറാൻ ഇപ്പോഴും ഇതിൽ ബലം പിടിക്കുന്നത്. നമ്മൾ പിടിക്കുന്നിടത്ത് ഇത് വരും. കാരണം നമ്മൾ ലോകത്തെയാണ് സ്റ്റക്കാക്കിയിരിക്കുന്നത്, ഇസ്രായേലിനെ അല്ല എന്നവർക്ക് അറിയാവുന്നതാണ്. ലോകം സ്റ്റക്കാണ്, അതുകൊണ്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കരാർ യാഥാർത്ഥ്യമാകും. അത് ചിലപ്പോൾ 1-2 ബോംബിംഗ് കൂടെ കഴിഞ്ഞിട്ടും ആവാം. പക്ഷേ ആ കരാറിനകത്ത് ഒരു ഭാഗം മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കരാറായിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.